നമ്മൾ പലപ്പോഴും അംബേദ്കർ ഗാന്ധി വിഷയം എടുക്കുമ്പോൾ തന്നെ അതൊരു സംവാദമായിട്ടോ അല്ലെങ്കിൽ പൂന പാക്റ്റിൻ്റെ ഒരു വിശകലനമായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും ജാതിയുടെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിട്ടോ നിലനിൽക്കാറുണ്ട്. പക്ഷെ അത് കുറെ കൂടെ തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വലിയ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഗാന്ധി അംബേദ്കർ ഡൈവേർജൻസസ് മാത്രമല്ല, അവർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ മാത്രമല്ല, പല സ്ഥലങ്ങളിലും സമാനതകളും കൺവേർജൻസസും നമുക്ക് കാണാൻ പറ്റും. ഇതിനെ മനസ്സിലാക്കാൻ തിയറിയുടെ ഒരു ഓറിയന്റേഷനിലൂടെ തന്നെ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം, ഇപ്പം നമ്മുടെ ഇത്രയും ലിറ്ററസി ഉള്ള ഏകദേശം 60% ഗ്രാജുവേറ്റ്സ് ഉള്ള കേരളത്തിൽ പോലും തിയറി എന്ന് പറയുമ്പോൾ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ തിയറി എന്ന് പറയുമ്പോൾ അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, അതെന്തോ ബുദ്ധിജീവി റലത്തിൽ മാത്രം നിൽക്കുന്ന എന്തോ ഒരു കാര്യമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ മലയാളി, അത് തെറ്റിദ്ധാരണ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു കളക്റ്റീവ് നാരറ്റീവിന്റെ ഭാഗമായിട്ട് തന്നെ വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മളിപ്പോൾ ഉംബർട്ടോ എക്കോയുടെ ഫാസിസം അല്ലെങ്കിൽ എറ്റേണൽ ഫാസിസം എന്നുള്ള വർക്ക് എടുത്ത് നോക്കിയാലും, ജെയ്സൺ സ്റ്റാൻലിയുടെ ഹൗ ഫാസിസം വർക്ക്സ് എന്നുള്ള വർക്ക് എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് 10 ഇൻഡിക്കേറ്ററുകളിൽ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആൾക്കാരെ ആന്റി ഇന്റലക്ച്വൽ ആക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ സിദ്ധാന്തത്തിൽ നിന്ന്, ഇന്റലക്ച്വലിസത്തിൽ നിന്ന് സാധാരണ ജനത്തിനെ മാറ്റി നിർത്തുക. ഇതൊന്നും നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്കിതിൽ എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കളക്റ്റീവായിട്ടൊരു ചിന്ത ഉൽപ്പാദിപ്പിക്കുക ഫാസിസത്തിന്റെ ഒരു തന്ത്രമാണെന്ന് വളരെ കൃത്യതയോടെ ഉംബർട്ടോ എക്കോയും ജെയ്സൺ സ്റ്റാൻലിയും പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു 30 years ago 40 years ago ഏറ്റവും കൂടുതൽ തിയറിയെ അൺപാക്ക് ചെയ്യാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളും സയന്റിഫിക് സിദ്ധാന്തങ്ങളും പ്രചരിപ്പിച്ച ലെഫ്റ്റ് ഓർഗനൈസേഷൻസിന്റെ വലിയൊരു ലെഗസി കേരളത്തിലുണ്ട്. അതിപ്പോഴും അങ്ങനെ തുടരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരു റെറ്ററിക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അവിടെ നിലനിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ എല്ലാ മനുഷ്യർക്കും വേണ്ടി തിയറി ഉൽപാദനവും തിയറി പ്രചരണവും എന്നുള്ള ഒരു വലിയ ലെഗസി ലെഫ്റ്റിനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ആവശ്യമുണ്ട്. അത് തിയറിയിൽ നിന്ന് നമ്മൾ ഓടിപ്പോവുകയല്ല വേണ്ടത്, തിയറിയെ എംബ്രേസ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് നോളജ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അല്ലാതെ ചില ഐവറി ടവേഴ്സിൽ ദന്ത ഗോപുരങ്ങളിൽ മാത്രം ഇരുന്ന് തിയറി നിർമ്മാണവും അതിൻ്റെ പ്രചരണവും നടത്തിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സ്കോളറും കൂടെയാണ് ഞാൻ. ഞാൻ പഠിച്ച സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഇങ്ങനെയാണ്. സോ അംബേദ്കർ ഗാന്ധി സംവാദം അല്ലെങ്കിൽ ഡിസ്കഷൻ എന്നാണ് ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു എൻറ്റയർ കോഴ്സിനുള്ള, അല്ലെങ്കിൽ ഒരു 6 മാസം പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സിനുള്ള മെറ്റീരിയൽ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നമുക്ക് തൊട്ട് ഒരു 40 minutes സ്പീച്ചിൽ തൊട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു 5ഓളം കൺവേർജൻസസും 5ഓളം ഡൈവേർജൻസസും ആണ് സംസാരിക്കാൻ പോകുന്നത്. ഇതല്ലാത്തത് ഓഫ് കോഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാർത്തികേയൻ സാറിൻ്റെ ടോക്കിലൊക്കെ ടച്ച് ചെയ്ത് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് അംബേദ്കറിനെ മനസ്സിലാക്കണമെങ്കിലും ഗാന്ധിയെ മനസ്സിലാക്കണമെങ്കിലും അവരെ അവരുടേതായിട്ടുള്ള സോഷ്യോ ഹിസ്റ്റോറിക്കൽ ലൊക്കേഷനുകളിൽ, ബാക്ക്ഗ്രൗണ്ടുകളിൽ സിറ്റുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അംബേദ്കറിനെയും ഗാന്ധിയെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1915 തൊട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, 1915 എന്നുള്ള ഇയർ എടുക്കാനുള്ള ഒരു വലിയ റീസൺ ഉണ്ട്. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ മാസ് സ്വഭാവമുള്ള, അല്ലെങ്കിൽ എല്ലാ ജനാവലികളെയും ചേർത്തുള്ള മാസ് സ്വഭാവമുള്ള മൂവ്മെന്റുകളിലേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നീങ്ങിയ ആ ഒരു ഒരു പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മടങ്ങിവരവ്. പക്ഷെ ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മടങ്ങിവരവ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ഇന്നത്തെ ഒരു ഭാഷയുടെ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോടെയാണ് ഗാന്ധി ഇവിടെ വരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിയുടെ ഫങ്ഷനിങ്, വർക്കിംഗ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഗാന്ധിക്ക് സംസാരിക്കാനുള്ള നിരവധി അവസരങ്ങൾ കിട്ടുകയും ഓരോ അവസരങ്ങളിലും ആ അവസരത്തിനൊത്ത് ഗാന്ധി ഉയരുന്നത് നമുക്ക് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്തിൽ കാണാൻ പറ്റും. പക്ഷേ 1915 ഇവിടെ ഗാന്ധി എത്തിക്കഴിഞ്ഞ സമയത്ത് ഗാന്ധി ഡിഡ് നോട്ട് ഹാവ് ടു സ്ട്രഗിൾ ടു ബി എ ലീഡർ. ഗാന്ധിക്ക് ഒരിക്കലും നേതാവാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോം ബിൽഡിംഗ് എക്സസൈസിലേക്ക് ഗാന്ധി വന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്
ഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്ന്. രണ്ട്, ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ അനുഭവിച്ച ഡിസ്ക്രിമിനേഷൻ എന്താണ്? നമുക്കെല്ലാം അറിയാം. ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടതും അദ്ദേഹം ഫേസ് ചെയ്ത ഹ്യൂമിലിയേഷനുള്ള കഥകൾ ടെക്സ്റ്റ് ബുക്കുകൾ വഴി നമുക്ക് വളരെ പരിചിതമാണ്. അപ്പൊ ഗാന്ധി എക്സ്പീരിയൻസ് ചെയ്ത ഒരേ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മലയാളം എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒപ്രഷൻ എന്ന് പറയുന്നത്, റേസിസം കപ്പിൾഡ് വിത്ത് ഇമ്പീരിയലിസം ആണ്. ഈ അനുഭവത്തിൽ നിന്നാണ് ഗാന്ധിയുടെ തിയറൈസേഷൻ എഗെയിൻസ്റ്റ് ഒപ്രഷൻ നടത്തുന്നത്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ഗോപാൽ ഗുരു പോലുള്ള സ്കോളേഴ്സ് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസിനെ ഒരു സൈഡിലും തിയറിയെ മറ്റൊരു സൈഡിലും നിർത്താറുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എവറിഡേ ലൈഫിൽ നമ്മുടെ എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകുന്ന കാര്യം. തിയറി എന്ന് പറയുന്നത് ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലോ ലാബിലോ ഉണ്ടാക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ്. പക്ഷെ ഗോപാൽ ഗുരു പറയുന്നത് എക്സ്പീരിയൻസ് ഇസ് ദ സൈറ്റ് ഓഫ് തിയറി എന്നാണ്. അനുഭവങ്ങളിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ജ്ഞാനമേ ആക്ച്വൽ ജ്ഞാനമാവുകയുള്ളൂ, അല്ലെങ്കിൽ മെറ്റീരിയൽ ബേസ് ഉള്ള ജ്ഞാനമേ ജ്ഞാനമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഗോപാൽ ഗുരു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഗാന്ധിയുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ദി എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ. ആ ഒരു ഹ്യൂമിലിയേഷൻ സംഭവിക്കുന്നത് റേസിസം എന്നുള്ള എന്ത് കൈൻഡ് ഓഫ് റേസിസമാണ്? ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്രാജ്യത്വവാദത്തോട് ചേർന്ന് നിൽക്കുന്ന റേസിസമാണ് ഇദ്ദേഹം അനുഭവിക്കുന്നത്. മറ്റേ സൈഡിൽ അംബേദ്കറിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 1915 തന്നെ 24-25 വയസ്സുള്ള ഒരു അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റും. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ഒരു അംബേദ്കറിനെ കാണാൻ പറ്റും. അദ്ദേഹം ഒരു 4ഓളം വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ തിരിച്ചു വന്ന അംബേദ്കറിന് പൂനെയിൽ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ പിയൂൺ പോലും വെള്ളം എടുത്ത് കൊടുക്കാൻ, അദ്ദേഹം നേതാവാകുന്നത് പോട്ടെ, വെള്ളം കുടിക്കാനുള്ള അധികാരത്തിന് കോമൺ ആയിട്ടുള്ള ഒരു ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ പിയൂൺ എടുത്ത് കൊടുക്കണം. പിയൂൺ വരാത്ത ദിവസം വെള്ളമില്ല. ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിലാണ്. അതായത് രണ്ടുപേരും ഒരു വിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൊളോണിയൽ എഡ്യൂക്കേഷന്റെ പ്രോഡക്ട്സ് ആണ്. ഗാന്ധിജി ആണെങ്കിലും ശരി, അംബേദ്കർ ആണെങ്കിലും ശരി. വെസ്റ്റേൺ എൻലൈറ്റൻമെന്റിൽ തികഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്ന ആദ്യ ഘട്ടങ്ങളിലെ ഗാന്ധിജിയെ നമുക്ക് കാണാൻ പറ്റും, അംബേദ്കറിനെയും കാണാൻ പറ്റും. കൊളോണിയൽ എഡ്യൂക്കേഷന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതിലെ എല്ലാ വാല്യൂസിനെ അവർ എൻഡോഴ്സ് ചെയ്തെന്ന്. പക്ഷെ ഈ കൊളോണിയൽ എഡ്യൂക്കേഷനെ ഒരു എക്യുപ്മെന്റ് ആയിട്ട് യൂസ് ചെയ്ത്, ഒരു റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്ത് അവരുടെ പഠനങ്ങളിലും ജീവിത വീക്ഷണങ്ങളിലും പോരാട്ടങ്ങളിലും എല്ലാം യൂസ് ചെയ്യുന്ന അംബേദ്കറിനെയും ഗാന്ധിയെ നമുക്ക് കാണാം. രണ്ടുപേരും ലോ അഭ്യസിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അംബേദ്കർ PhD എടുക്കുന്നുണ്ട്, എക്കണോമിക്സിലും ആന്ത്രപ്പോളജിയിലും ഡിഗ്രീസ് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ തിരിച്ചു വരുന്ന അംബേദ്കറിനെ, രണ്ടുപേരും വെളിയിൽ പഠിച്ചിട്ട് എബ്രോഡ് പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ടുപേർക്കും ഉണ്ടാകുന്ന വളരെ ഒപ്പോസിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഗാന്ധി ഹു കെയിം ബാക്ക് ആസ് എ സെലിബ്രിറ്റി, അംബേദ്കർ ഹു ആഫ്റ്റർ ഗെറ്റിംഗ് ഈ എഡ്യൂക്കേഷനും ഡിഗ്രികളിലും എല്ലാം കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ അൺടച്ചബിൾ സ്റ്റാറ്റസിലേക്ക്, അസ്പൃശ്യനായിട്ടുള്ള സ്റ്റാറ്റസിലേക്ക് തന്നെ മടങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ള അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ നെക്സ്റ്റ് 5 ഇയേഴ്സിലാണ് അംബേദ്കർ ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളുടെ ഒരു നേതാവായിട്ട് അംബേദ്കറിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇതേ സമയത്താണ് 1915 ടു ലേറ്റ് 1920s സമയത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും മാസ് ബേസ്ഡ് മൂവ്മെന്റിലേക്ക്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണെങ്കിലും സിവിൽ ഡിസൊബീഡിയൻസിന്റെ ആദ്യ കാലഘട്ടങ്ങളാണെങ്കിലും മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ബോയ്ക്കോട്ടുകളെയും, സ്കൂൾ ബോയ്ക്കോട്ടുകളെ ആണെങ്കിലും ശരി, കോർട്ട് ബോയ്ക്കോട്ടുകളാണെങ്കിലും ശരി, കരം കൊടുക്കാതിരിക്കുന്നതാണെങ്കിൽ ഈ സ്ട്രാറ്റജികളെ കുറിച്ചെല്ലാം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേ കാലഘട്ടത്തിൽ നടക്കുന്ന 1927 നടക്കുന്ന മഹത് സത്യാഗ്രഹത്തിനെ കുറിച്ച് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കുകളിലും ഇന്നും ഒരു പരാമർശം പോലും ഇല്ലാത്തത്. അതായത് കുടിവെള്ളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. മഹത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടാങ്കിൽ ദളിത് മനുഷ്യർ പോയി അവിടെ വെള്ളം ശേഖരിച്ച് ആയിരക്കണക്കിന്, വസന്ത് മൂണിന്റെ അംബേദ്കറുടെ ബയോഗ്രഫി നോക്കിയാൽ ഏകദേശം 1.5 ലക്ഷത്തോളം പുരുഷന്മാർ പങ്കെടുത്ത ഒരു മൂവ്മെന്റ് ആണ്. പക്ഷേ ഈ ഒരു ഇൻവിസിബിലൈസേഷൻ വളരെ കൃത്യമായിട്ട് ചരിത്രവൽക്കരണ പ്രക്രിയകളിലും ചരിത്രത്തിന്റെ രചനകളിലും നമുക്ക് കാണാൻ പറ്റും.
അംബേദ്കറിനെ പലപ്പോഴും വീണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ അംബേദ്കറിന്റെ തോട്ട്സും അംബേദ്കറിന്റെ ആക്ടിവിറ്റീസും വീണ്ടെടുക്കേണ്ട ആ ചുമതല പലപ്പോഴും അൺഈവൻ ആയിട്ട് ദളിത് സ്കോളേഴ്സിന്റെ ചുവരിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഗാന്ധിജിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് മെയിൻ സ്ട്രീം എന്ന് വിളിക്കപ്പെടുന്ന മിക്ക മോഡേൺ ഹിസ്റ്റോറിയൻസും ഗാന്ധിയെ പരാമർശിക്കാതെ മുമ്പോട്ട് പോയിട്ടില്ല. അത് ഏതൊരു രീതിക്കാണെങ്കിലും, ക്രിട്ടിക്കലായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഗാന്ധിയെ പരാമർശിക്കാതെ മുമ്പോട്ട് പോകാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 സ്കോളേഴ്സിന്റെ വ്യൂ ഉണ്ട്. ഒന്ന് രാമചന്ദ്ര ഗുഹയുടെയാണ്. നിങ്ങൾ രാമചന്ദ്ര ഗുഹയുടെ വർക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധിയും ഇന്ത്യ ബിഫോർ ഗാന്ധി എന്നുള്ള വർക്ക് അദ്ദേഹത്തിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ പ്രൊലിഫിക് ആയിട്ടുള്ള വർക്കാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കാണ്. അതിൽ എല്ലാ വാദങ്ങളോടും എനിക്ക് യോജിപ്പില്ല, എന്നാലും ഇൻട്രസ്റ്റിംഗ് അല്ല. അതിനകത്ത് ഇദ്ദേഹം പൂന പാക്റ്റിനെ കുറിച്ച് പറയുന്നത് 2 എക്സ്ട്രോർഡിനറി ഇൻഡിവിജ്വൽസിന്റെ മോറൽ ഡൈലമയാണ് പൂന പാക്റ്റിലൂടെ വെളിയിൽ വരുന്നതെന്നാണ്. അതായത് രണ്ടുപേരും തെറ്റാണെന്നും പറയാനും പറ്റില്ല, രണ്ടുപേരും ശരിയാണെന്നും പറയാൻ പറ്റില്ല. കാരണം വളരെ മോറൽ എത്തിക്കൽ കൊണൻഡ്രം ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സ്ട്രീംലി ഹിസ്റ്റോറിക്കലി യുണീക്ക് ആയിട്ടുള്ള, ചരിത്രപരമായിട്ട് ഭയങ്കര വിശിഷ്ടമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് പൂന പാക്റ്റ് എന്നാണ് രാമചന്ദ്ര ഗുഹ പറയുന്നത്. അതിനകത്ത് ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു ധർമ്മസങ്കടം എന്ന് പറയുന്നത് ദളിത് എലക്ട്രേറ്റ് അലോ ചെയ്യുകയാണെങ്കിൽ, SC/ST മനുഷ്യർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എലക്ട്രേറ്റ് അലോ ചെയ്യുകയാണെങ്കിൽ ഹിന്ദു വോട്ട്സ് സ്പ്ലിറ്റ് ആയി പോകുകയും ആ ഒരു സമയത്ത് തന്നെ മുസ്ലിം ലീഗ് അന്നുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ശക്തമായിട്ട് നിൽക്കുകയാണ്, മറ്റ് കമ്മ്യൂണൽ പാർട്ടീസ് ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വോട്ടുകൾ വിഭജിച്ച് പോകുകയും മറ്റ് ഫോഴ്സസ് വിജയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. 1. 2, ഗാന്ധി റൗണ്ട് ടേബിൾ കോൺഫറൻസസുകളിൽ താനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എല്ലാ ഹിന്ദു മനുഷ്യരുടെയും ലീഡറായിട്ടാണ്, ഇന്ത്യൻ ലീഡറായിട്ടും അറ്റ് ദ സെയിം ടൈം മുഴുവൻ ഹിന്ദുസിന്റെ ലീഡറായിട്ടാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിനും ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അതിലൊരു വലിയ ശതമാനം മനുഷ്യർ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഗാന്ധിയുടെ വലിയ കൊണൻഡ്രമാണ്. കാരണം 1935 ആകുമ്പോഴത്തേക്ക് പുതിയ ഇലക്ട്രേറ്റ് വരികയാണ്, പ്രൊവിൻഷ്യൽ ലെവലിൽ എലക്ഷൻ നടക്കുകയാണ്. ആ എലക്ഷൻ നടക്കുന്നതിൽ വലിയൊരു ഭൂരിഭാഗം കോൺഗ്രസിന് കിട്ടുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഒരു ഭൂരിഭാഗം കമ്മ്യൂണൽ പാർട്ടീസിന് വോട്ട് ചെയ്തതിൻ്റെ നമുക്ക് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. അപ്പൊ ഇനിയും ആ വോട്ടുകൾ വിഭജിച്ച് പോകുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തന്നെ പ്രശ്നമുണ്ടാകുകയും നമ്പർ ഓഫ് ഇലക്ടറൽ പവറിൽ പുറകോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകാനുള്ള വലിയ ചാൻസ് ഉണ്ടാകണം. അപ്പൊ ഈ ഒരു എത്തിക്കൽ കൊണൻഡ്രത്തിൽ നിൽക്കുകയാണ് ഗാന്ധി. മറ്റൊരു സൈഡിൽ അംബേദ്കറിന്റെ കാര്യം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 റൗണ്ട് ടേബിൾ കോൺഫറൻസുകളിലും പങ്കെടുത്ത അംബേദ്കറിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകാണ്, പൊളിറ്റിക്കൽ പവർ മാർജിനലൈസ്ഡ് ആൾക്കാരുടെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ഒരു വിധേനയും മുമ്പോട്ട് പോകാൻ എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് അല്ലാതെ മറ്റൊരു രീതിയിലുള്ള അധികാരത്തിലേക്കോ അതോറിറ്റിയിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് ഒരിക്കലും ഉണ്ടാകുകയില്ല. അംബേദ്കറിന്റെ റൈറ്റിങ്സിൽ പർട്ടിക്കുലർലി 1940s കഴിഞ്ഞിട്ടുള്ള റൈറ്റിങ്സിൽ നിരന്തരമായിട്ട് ദളിത് മനുഷ്യർ പൊളിറ്റിക്കൽ പവറിലേക്ക് വരണം, പൊളിറ്റിക്കലി ആക്റ്റീവ് ആകണം എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു ഡീപ്പ് കൺവിക്ഷനിൽ നിന്നാണ് വരുന്നത്. ഒരു സൊസൈറ്റിയെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതിന് പൊളിറ്റിക്കൽ പവർ ആവശ്യമാണ്, അതിൽ റെപ്രസെൻറ്റേഷൻ ആവശ്യമാണ്. ഇതിൽ ഏറ്റവും ഐറണിക്കൽ ആയിട്ടുള്ള കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ സമയത്ത് എന്തിനു വേണ്ടിയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ഭരണത്തിൽ ഇന്ത്യൻ മനുഷ്യരുടെ റെപ്രസെൻറ്റേഷൻ വേണമെന്നാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ വേറൊരു കോയിനാണ് അംബേദ്കർ വാദിക്കുന്നത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ ഇന്ത്യൻസ് അതിനകത്ത് ആവശ്യമുണ്ട്, നേരെ ഭരണം നടക്കണമെങ്കിൽ ഒരു സൊസൈറ്റിയെ മനസ്സിലാക്കണമെങ്കിൽ ആ സൊസൈറ്റിയിലെ തന്നെയുള്ള മനുഷ്യർ ഭരിച്ചാൽ മാത്രമേ, ആ ഗ്രൂപ്പിലുള്ളവർ ഭരിച്ചാൽ മാത്രമേ ഭരണം നേരെ നടക്കുകയുള്ളൂ, ഗുഡ് ഗവേണൻസ് നടക്കുകയുള്ളൂ എന്നുള്ള അതേ ലോജിക്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് അംബേദ്കർ പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് ബ്രിട്ടീഷുകാരോട് റെപ്രസെൻറ്റേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മറ്റേ സ്ഥലത്ത് ഇതേ ലോജിക് യൂസ് ചെയ്ത്, അതായത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ദളിത് മനുഷ്യരിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് വന്നാൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ട്രാൻസ്ഫോർമേഷൻ വരികയുള്ളെന്നും ഗവേണൻസ് നന്നായിട്ട് നടക്കുകയുള്ളെന്നും അങ്ങനെ റെപ്രസെൻറ്റേഷന്റെ മൂല്യം തന്നെ പറയുന്ന അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഗാന്ധി നിരാഹാരം കിടക്കുന്നതും
ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ഒരു ഐഡിയ ഷെൽഫ്ഡ് ആയി പോകുന്നു, മാറ്റിവെക്കപ്പെടേണ്ടതും വിത്തിൻ ദ ഹിന്ദു ഇലക്ട്രൽ ഏരിയാസ് കോട്ട സിസ്റ്റം പോലെയുള്ള ഇന്ന് നമ്മൾ കാണുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും കർണലായിട്ടുള്ള കാര്യം ആ ഒരു സമയത്ത് നടക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് ഓഫ് ഡൈവേർജൻസ് വേർ ദളിത് ലീഡേഴ്സിന് ഇന്നും ഗാന്ധിയെ ആക്സെപ്റ്റ് ചെയ്യാൻ വിമുഖത വരുന്ന, ഇതൊരു വലിയ ബ്ലാക്ക് മെയിൽ ആയിട്ട് കാണുന്ന സ്കോളേഴ്സ് ഉണ്ട്. ബിപിൻ ചന്ദ്ര അത് ഒട്ടും റെഡ്യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒട്ടും തന്നെ അതിനെ വൈറ്റ് വാഷ് ചെയ്യാതെ വളരെ കൃത്യമായിട്ട് ബിപിൻ ചന്ദ്ര അതിനകത്ത് പറയുന്നുണ്ട്. ദളിത് മനുഷ്യരിൽ നിന്ന് പലപ്പോഴും പവർ ഒലിച്ചുപോയ ഒരു സന്ദർഭമാണ്. ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഗാന്ധിയുടെ പെറ്റേണലിസം എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഒരു കാരണവർ സ്ഥാനത്ത് നിന്ന് ഗാന്ധി എടുത്ത ഒരു തീരുമാനം എന്നുള്ള രീതിക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ എന്ന് ബിപിൻ ചന്ദ്ര പറയുന്നുണ്ട്. രാമചന്ദ്ര ഗുഹ കുറച്ചും കൂടെ ഒരു ജനറസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നീട് വന്നിട്ടുള്ള ഇലക്ഷനുകളിൽ കോൺഗ്രസിന്റെ പരാജയം സംഭവിക്കുകയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് തന്നെ അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഇതിലേത് പക്ഷം വേണമെങ്കിലും നമുക്ക് എടുക്കാം. മൈ ജോബ് ഇസ് ടു ഇൻഫോം യു ആസ് എ ഹിസ്റ്റോറിയൻ, മൈ ജോബ് ഇസ് ടു ഇൻഫോം യു ഓഫ് ദിസ്. പക്ഷെ ഇനി ബാക്കി പറയുന്ന പല തിയററ്റിക്കൽ സ്റ്റാൻഡുകളിൽ നിന്നും കുറെ കൂടെ ഗാന്ധിയുടെ ആ ഒരു സ്റ്റാൻഡ് എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആയിരുന്നു എന്നുള്ളത് വ്യക്തമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 5 കൺവേർജൻസസ് ആൻഡ് 5 ഡൈവേർജൻസസ് ഗാന്ധിയിലും അംബേദ്കറിലും എന്നുള്ള കാര്യത്തിലേക്ക് ഇതൊരു ആമുഖമായി പറഞ്ഞിട്ട് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ തന്നെ ഒരു ഗാന്ധി അംബേദ്കർ കൺവേർജൻസ് നോക്കുകയാണെങ്കിൽ അത് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ 2 ധ്രുവങ്ങളായിട്ടോ 2 ആന്റിമോണിയസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ടോ ഗാന്ധിയും അംബേദ്കറിനെയും കാണേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഗാന്ധിയും അംബേദ്കറും അല്ലെങ്കിൽ അംബേദ്കറും ഗാന്ധിയും എന്നല്ല, ഗാന്ധി വേഴ്സസ് അംബേദ്കർ അല്ലെങ്കിൽ അംബേദ്കർ വേഴ്സസ് ഗാന്ധി എന്നുള്ള ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്കിലൂടെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. 2 ധ്രുവങ്ങളായി പ്രവർത്തിച്ച മനുഷ്യരല്ല, പല ചരിത്ര മുഹൂർത്തങ്ങളിലും ഒരുമിച്ച് നിന്ന് പോരാടിയ ഒരേ കാര്യത്തിന് വേണ്ടി വാദിക്കുന്ന അംബേദ്കറിനെയും ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 5 ഒരേപോലെ ഒരേപോലെ എന്ന് വെച്ചാൽ സ്ട്രാറ്റജീസും ടാക്ടിക്സും വ്യത്യസ്തമായിരിക്കും, പക്ഷെ ഒബ്ജക്റ്റീവ്സും ഐഡിയൽസും ഒരേപോലെ നിന്നത് നമുക്ക് 5ഓളം കാര്യങ്ങളിൽ കാണാൻ പറ്റും. ഒന്ന്, സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റിയാണ്. അസ്പൃശ്യതയ്ക്കെതിരെ ഭയങ്കരമായിട്ട് പോരാടുന്ന, പർട്ടിക്കുലർലി വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ഏറ്റവും അധികം ഷാർപ്പായിട്ട് പോരാടുന്ന ഒരു ഗാന്ധിജിയെ നമുക്ക് കാണാൻ പറ്റും. ഇൻഫാക്ട് നമ്മൾ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ഗാന്ധിജിയും ഇവിടെ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വൈക്കം അതിൽ പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കപ്പെടാത്ത ഒരു ഭാഗത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട്, ഇണ്ടതുരുത്തിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ജനറൽ ഡയറിനെ പോലെ സംസാരിക്കുന്നു. അതിന് തൊട്ട് മുമ്പിലെ വാചകം നോക്കുകയാണെങ്കിൽ ഇണ്ടതുരുത്തി ഗാന്ധിയോട് പറഞ്ഞത്, ഞങ്ങൾ സനാതന മതത്തിൽ വിശ്വസിക്കുകയും ഇത് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് ഗാന്ധി പറയുന്നത്. അതായത് ജാലിയൻ വാല ബാഗിൽ മനുഷ്യരെ ഫയർ ചെയ്യാൻ കൽപ്പിച്ച ജനറൽ ഡയറിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ജാലിയൻ വാല ബാഗിൽ സംഭവിക്കുന്നത് എന്താണ്? എൻക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് പൂട്ടിയിടപ്പെട്ട ഒരു എൻട്രി മാത്രമുള്ളത്, ഈ ഡോറൊക്കെ പോലെ തിരിഞ്ഞോടാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒറ്റ ഡോറ് മാത്രമുള്ള ഒരു സ്ഥലത്ത് ആൾക്കാരെ കൂട്ടിയിട്ട് വെടിവെക്കുന്നത്. ഇതിനെ കാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനലോജി ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വെളിയിലേക്ക് പോകാൻ മാർഗങ്ങളെല്ലാം തന്നെ അടച്ച് അതിനകത്ത് മനുഷ്യരെ ഉപദ്രവിച്ച ഒരു ഇൻസ്റ്റൻസ് ആണ് ജാലിയൻ വാല ബാഗ്. ആ ജാലിയൻ വാല ബാഗിന്റെ എക്സാമ്പിൾ തന്നെയാണ് ഏറ്റവും ആ ഒരു സമയത്ത് ക്രൂവലായിട്ടുള്ള ബ്രൂട്ടലായിട്ട് നടന്ന ഒരു ഈവെന്റിനെ എക്സാമ്പിൾ ആയിട്ടാണ് ഗാന്ധി ഇണ്ടതുരുത്തിയെടുത്ത് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെയാണ്, ആൾക്കാർക്ക് പ്രവേശനം കൊടുക്കാത്ത, പൊതുവഴികളിലേക്ക് പ്രവേശനം കൊടുക്കാത്ത ഇതുപോലെയാണ്. അപ്പൊ അത്രയും ഷാർപ്പായിട്ട് അൺടച്ചബിലിറ്റിക്കെതിരെ സ്റ്റാൻഡ് എടുത്ത ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും.
നിരന്തരമായിട്ട് 1935 കഴിഞ്ഞ് ഹരിജൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പത്രത്തിനകത്ത്, യങ് ഇന്ത്യ എന്നുള്ള പത്രത്തിനകത്ത് കാസ്റ്റിനെ അൺടച്ചബിലിറ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. അംബേദ്കർ ആ ഒരു സമയത്ത് മഹർപ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നും ഫെഡറൽ പാർട്ടിയിലൂടെയും വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സിലൂടെയും നിരന്തരമായിട്ട് അൺടച്ചബിലിറ്റിക്ക് എതിരെ പോരാടുന്നതും അതേപോലെ എഴുതുന്നതും നോളജ് പ്രൊഡക്ഷൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു അംബേദ്കറുടെ മറ്റേ സൈഡിൽ കാണാൻ പറ്റും. പക്ഷെ അംബേദ്കറിന്റെ റൈറ്റിങ്സിൽ പലപ്പോഴും നമുക്ക് ഈ വില്ലൻ ഹീറോ എന്നുള്ള ഈ ബൈനറികളിൽ ആൾക്കാരെ കാണാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അംബേദ്കർ ഗാന്ധിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാമായിരിക്കും. ഫോർ ഇൻസ്റ്റൻസ് അംബേദ്കറിന്റെ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട്, only I have seen his real fangs എന്ന്. ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ ദ്രംഷ്ടകൾ കണ്ടിട്ടുള്ളത്. പൂന പാക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നതാണ്. പക്ഷെ ഇതേ അംബേദ്കറിന്റെ ലേഖനത്തിൽ, മൂക്നായക്കിലെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ദളിത് മനുഷ്യർ നാഷണലിസ്റ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് കാസ്റ്റിനെ കൊണ്ടുവന്ന് പൊതുവായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കാസ്റ്റ് എന്ന ഉള്ളൊരു പ്രോബ്ലം കൊണ്ടുവന്നതിന് എല്ലാവരും, പർട്ടിക്കുലർലി ദളിത് മനുഷ്യർ, ഗാന്ധിയെ താങ്ക് ചെയ്യണമെന്ന് എഴുതിയൊരു അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് അംബേദ്കറിന്റെ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ഒരു പ്രസ്താവനയും കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു വിഭജനം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഞങ്ങളെപ്പോലുള്ള ഹിസ്റ്റോറിയൻസ് മനഃപൂർവ്വമാക്കി ഉണ്ടാക്കിയ ഒരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ഡിവിഷൻ ആണോ എന്ന് പോലും എൻ്റെ ചിന്തകളിൽ വന്നിട്ടുണ്ട്. അൺടച്ചബിലിറ്റിയുടെ സ്ട്രഗിളിൽ ഇവർ രണ്ടുപേരും ഒരേപോലെ ഫൈറ്റ് ചെയ്യുന്നത് പല ടാക്ടിക്കുകൾ യൂസ് ചെയ്ത്, പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത്, അതിൻ്റെ ലെവൽസും ഡിഗ്രീസും വേറെ വേറെ ആയിരിക്കും, പ്രയോറിറ്റീസ് വേറെ ആയിരിക്കും. അംബേദ്കറിന്റെ പ്രവർത്തികളിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തതും ഗാന്ധി മേ ബി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആന്റി ഇമ്പീരിയലിസ്റ്റ് സ്ട്രഗിളിനെ ആയിരിക്കും. പ്രയോറിറ്റീസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഐഡിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ ഫൈറ്റിൽ എൻഗേജ് ചെയ്യുന്ന ഗാന്ധി അംബേദ്കറിനെയും കാണാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള ഒരു ഫ്രീഡം ഫൈറ്ററും കൂടെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ആ ഫ്രീഡം എന്ന് പറയുന്ന ദളിത് മനുഷ്യരുടെ ഫ്രീഡം മാത്രമായി ചുരുക്കപ്പെട്ട വായനകൾ ഉണ്ടെങ്കിലും അംബേദ്കറിന്റെ ഓൺ റൈറ്റിങ്സിലും, അംബേദ്കറുടെ ഏറ്റവും കൂടുതലായിട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് അംബേദ്കർ പറയുന്നത്. നിരന്തരമായിട്ട് ഇമ്പീരിയലിസ്റ്റ് ക്യാപിറ്റലിസത്തിനെ വിശകലനം ചെയ്യുന്നത് എനിക്കത് വളരെ അപകടകരമായിട്ട് തോന്നിയതാണ്. ആനന്ദ് ടെൽറ്റുംഡെയുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഐക്കണോക്ലാസ്റ്റ് എന്നുള്ള ഒരു വർക്കിൽ അദ്ദേഹം പറയുന്നത് അംബേദ്കർ ക്യാപിറ്റലിസത്തിനെയും വർക്കിംഗ് ക്ലാസ്സിനെയും തിയറൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം അംബേദ്കറുടെ വർക്ക്സിൽ പലയിടങ്ങളിലും ഇൻഡസ്ട്രിയലൈസേഷന്റെ പ്രോബ്ലംസും എന്തുകൊണ്ടാണ് ഒരു ട്രൂ പ്രോലിറ്റേറിയറ്റ് ഉണ്ടായി വരാത്തത് എന്നുള്ള അന്വേഷണവും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബേസിസിൽ തന്നെയാണ് അംബേദ്കർ പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ അല്ല, ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണെന്ന്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഒരു ട്രൂ പ്രോലിറ്റേറിയറ്റ് ഉണ്ടായി വരണമെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്സിന് സിമിലാരിറ്റീസ് വേണം. ആ സിമിലാരിറ്റീസിനെ വിഭജിക്കുന്ന, ഒരിക്കലും കോമൺ കോസസ് നിലനിൽക്കുമ്പോൾ തന്നെ കോമൺ ഗ്രൗണ്ട് ഉണ്ടാകാതെ ഒരേ നിലമില്ലാതിരിക്കുന്നതിന്റെ റീസൺ ആണ് കാസ്റ്റ്. കാരണം ഒരേ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്തും നമ്മൾ കൾച്ചറലി എടുത്തു നോക്കുകയാണെങ്കിൽ പല ഹൈറാർക്കികളിൽ, പല സോഷ്യൽ പൊസിഷനിൽ, പല റാങ്കുകളിൽ നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ കൺസോളിഡേറ്റ് ചെയ്യുന്നതും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുമുള്ള ഡിഫിക്കൽട്ടീസ് പറയുന്നുണ്ട്. ഈ പ്രോലിറ്റേറിയറ്റ് എങ്ങനെയായി ഉണ്ടായി വരുന്നത് എന്നുള്ള ചിന്ത നമുക്ക് അംബേദ്കറുടെ വർക്കിംഗ് ക്ലാസ് അനാലിസിസിൽ കാണാൻ പറ്റും. ഇനി അംബേദ്കർ ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹം എന്തിനൊക്കെ വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കിയാൽ 8 മണിക്കൂർ ആയിട്ട് അന്ന് 10 മണിക്കൂറായിട്ട് 16 മണിക്കൂർ വർക്ക് ചെയ്തിരുന്നവരെ 10 മണിക്കൂറായിട്ട് ചുരുക്കം നമുക്ക് കാണാൻ പറ്റും. മൈനിങ് തൊഴിലാളികൾക്ക്, ഡീപ് സീ ഫിഷിംഗ് തൊഴിലാളികൾക്ക് റൈറ്റ്സ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ഒരു അംബേദ്കറിനെ കാണാൻ പറ്റും. ഫീമെയിൽ എംപ്ലോയീസിന്, വർക്കിംഗ് ക്ലാസ് വിമണിന് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കണം എന്ന് വാദിക്കുന്ന ഒരു അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ആസ് എ ഫെമിനിസ്റ്റ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ജോലി ചെയ്യുന്ന, പർട്ടിക്കുലർലി ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഫാമിലി പ്ലാനിങ് ഓപ്ഷൻസ് വേണമെന്ന് പറയുന്ന ഒരു അംബേദ്കറിനെ കാണാൻ പറ്റും. ആ സമയത്ത് ഇതിന്റെ പ്രിമൈസ് എവിടെ നിന്നാണ്? ഇതൊക്കെ കാസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലല്ലോ.
ഇതിന്റെ പ്രിമൈസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ബേസിസ് ആണ്. ഇത് ക്യാപിറ്റലിസ്റ്റ് ക്രിട്ടിക്കാണ്. അല്ലെങ്കിൽ അത് വർക്കിംഗ് ക്ലാസിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ക്ലാസ് കോൺഷ്യസിന്റെ വർക്കിങ്ങിന്റെ ഭാഗമായിട്ട് വായിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു വായന അൺഫോർച്ചുനേറ്റ്ലി നടന്നിട്ടില്ല. എപ്പോഴും നമുക്ക് അംബേദ്കറിനെ ഒരു റിഡക്ഷനിസ്റ്റ് ആയിട്ട് കാസ്റ്റ് കോളത്തിലേക്ക് മാത്രം ഒതുക്കി നിർത്താനുള്ള ഒരു വലിയൊരു ടെൻഡൻസി നമ്മുടെ ഹിസ്റ്റോറിയൻസിൻ്റെ അടുത്ത്, സോഷ്യൽ ഫിലോസഫേഴ്സിൻ്റെ അടുത്ത് കാണും. ഇതിനുപോലെ തന്നെ ഒരു വിക്റ്റിമാണ് ഗാന്ധി. ഗാന്ധിയെ നമ്മൾ എപ്പോഴും നോക്കുകയാണെങ്കിൽ സെൽഫിന്റെ റീജനറേഷൻ എന്നുള്ള ഐഡിയ, ആന്തരികമായിട്ടുള്ള പുനരുദ്ധാരണം അല്ലെങ്കിൽ ആന്തരികമായിട്ട് നന്നാക്കൽ ആണ് ഗാന്ധിയുടെ ഏറ്റവും പ്രൈമലായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് നിരന്തരം. ഇപ്പം ഏറ്റവും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്കോളറാണ് അഖിൽ ബിൽഗ്രാമി. അദ്ദേഹം പോലും വാദിക്കുന്നത് എങ്ങനെയാണ്, ഗാന്ധി ശ്രമിച്ചിരുന്നത് അൺഏലിയനേറ്റഡ് ആയിട്ടുള്ള, മാർക്സിസ്റ്റ് പദം തന്നെയാണ് അദ്ദേഹം കടമെടുക്കുന്നത്, എല്ലാ അന്യവൽക്കരണങ്ങൾക്കും എതിരെ സോളിന്റെ പ്രിസ്റ്റീനിറ്റിയിൽ, അത് ആത്മാവിന്റെ പവിത്രതയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന എല്ലാ അന്യവൽക്കരണങ്ങൾക്കും എതിരെ പോരാടിയ ഗാന്ധി എന്നുള്ള രീതിയിലാണ് അഖിൽ ബിൽഗ്രാമി ഗാന്ധിയെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് മെറ്റഫറിക്കലായിട്ട് പറയുന്നതിൽ എനിക്കൊരു പിണക്കവും ഇല്ല. പക്ഷെ അതത്ര ഒരു ഡേഞ്ചറസ് സ്റ്റാൻഡാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ഡേഞ്ചറസ് സ്റ്റാൻഡ് സിസേക്കാണ്. സിസേക്കിനോട് എല്ലാ കാര്യങ്ങളിലും എഗെയിൻ എനിക്ക് സപ്പോർട്ടില്ല. പക്ഷെ സിസേക്കിൻ്റെ ഒരു വളരെ രസകരമായ വർക്കുണ്ട്, ചെറിയ വർക്കാണ്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കണം. ദ സ്മൈൽ ഓഫ് അംബേദ്കർ, അല്ലെങ്കിൽ ഇൻ ഡിഫെൻസ് ഓഫ് ലോസ്റ്റ് കോസസ്, പാഴായി പോയ ആശകളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കുണ്ട്. അതിനകത്താണ് അംബേദ്കറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന വളരെ രസകരമായ ഒരു കാര്യമാണ്, ഗാന്ധി എപ്പോഴും പ്രിസ്റ്റീൻ സെൽഫ്, വളരെ പവിത്രമായ ആത്മാവ്, പവിത്രമായ ഭൂമി അല്ലെങ്കിൽ പവിത്രമായ പ്രകൃതി, അതിലേക്കുള്ള പവിത്രമായ ഗ്രാമീണ അന്തരീക്ഷം, പവിത്രമായ ഗ്രാമങ്ങൾ, അചഞ്ചലമായ ഇന്ത്യൻ പാരമ്പര്യം, ഇതിലേക്കെല്ലാം തിരിഞ്ഞു നോക്കുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സിസേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ പവിത്രമായ ആത്മാവ് എന്നുള്ള ആത്മാവുള്ള ഒരാളെങ്കിലും കാണിച്ചു തരാൻ പറ്റൂ? പവിത്രമായ പ്രകൃതി എന്നുള്ളൊരു പ്രകൃതി എപ്പോഴെങ്കിലും നിലനിന്നിട്ടുണ്ടോ? മനുഷ്യൻ എപ്പോഴും പ്രകൃതിയെ തൻ്റെ ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള കാഴ്ചകളിലൂടെയാണ് പ്രകൃതിയെ കാണുന്നത്. എപ്പോഴും എൻവയോൺമെന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൺറപ്ചേർഡ് ആയിട്ടുള്ള അബ്സല്യൂട്ട് പ്രിസ്റ്റീനിറ്റിയിലുള്ള ഒരു പ്രകൃതി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അബ്സല്യൂട്ട് പ്രിസ്റ്റീനിറ്റി ഉള്ള ഒരു ഭൂമിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി സെൽഫ് എന്നുള്ള ഒരു ഐഡിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് സെൽഫ് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ ഉള്ളിലെ ഞാൻ എന്നുള്ള ഒരു ഐഡിയ, സെൽഫ് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അപരം എന്നുള്ള ഒരു ഐഡിയ കൂടെ നമുക്ക് സെൽഫിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സെൽഫ്ഹുഡ് നിർമ്മിക്കപ്പെടുന്നത് പല പല അപരങ്ങളിലൂടെയാണ്. ഞാൻ എന്നുള്ള വുമൺ എൻ്റെ സെൽഫ്ഹുഡിന്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ വുമൺ ആണെന്ന് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഞാൻ മാൻ അല്ലാതിരിക്കുമ്പോഴും, ഞാൻ ട്രാൻസ്ജെൻഡർ അല്ലാതിരിക്കുമ്പോഴും, ഇന്റർസെക്സ് അല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ വുമൺ എന്നുള്ള എൻ്റെ സെൽഫ്ഹുഡിനെ മനസ്സിലാക്കുന്നത്. എൻ്റെ ഇന്ത്യൻ എന്നുള്ള സെൽഫ്ഹുഡിനെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനൊരു അമേരിക്കൻ അല്ലെന്നും എത്യോപ്യൻ അല്ലെന്നും ഉള്ള എൻ്റെ ഐഡിയയിൽ നിന്നാണ് ഞാൻ എൻ്റെ സെൽഫ്ഹുഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ദ സെൽഫ് ഈസ് ഓൾവേസ് കൺസ്ട്രക്റ്റഡ് അഗെയിൻസ്റ്റ് ദി ഐഡിയ ഓഫ് ദി അതർ. അങ്ങനെ അപരവൽക്കരിക്കാതെ ഒരു സെൽഫ് ഇല്ല എന്നാണ് സിസേക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിലാണ് ഗാന്ധി നിൽക്കുന്നത്. പക്ഷെ ഇതേ സമയത്ത് ഈ രണ്ടുപേരിനെ കൺവേർജൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൺവേർജൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗാന്ധിയും അംബേദ്കറും രണ്ടുപേരും മോറൽ റീജനറേഷൻ എന്നുള്ളൊരു ഫ്രെയിംവർക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള സ്ട്രഗിളിൽ മാത്രമല്ല, ഗാന്ധിജിയുടെ എല്ലാ റൈറ്റിങ്സിലും, ബാബാ സാഹിബിന്റെ എല്ലാ റൈറ്റിങ്സിലും ഇത് കാണാൻ പറ്റും. അതായത് സൊസൈറ്റിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കെല്ലാം വിട്ടുപോയിരിക്കുന്ന ഒരു ആശയമാണെന്ന് എനിക്ക് പലപ്പോഴും കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എൻ്റെ കേരള ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര കഷ്ടവുമാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്ന ഒട്ടുമിക്ക ഒരു 10% ആൾക്കാരെ മാറ്റി വെച്ചാൽ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇനി ഒരു ചേഞ്ച് ഒന്നും ദർ ഇസ് നോ ഒറ്റീന എന്നുള്ള ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. നമ്മളെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞു. ഞാൻ വിഴുങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അവസാനം വരെ ഫൈറ്റ് ചെയ്യും, 100% ഞാൻ ഫൈറ്റ് ചെയ്യും. അതിൽ കുറച്ച് മനുഷ്യരെ എൻ്റെ കൂടെ ഉള്ളതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ കുറച്ച് മനുഷ്യർക്ക് വേണ്ടി നിരന്തരമായിട്ട് വർക്ക് ചെയ്യാൻ അവരെനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. കാരണം ഫൈറ്റ് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിന് നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റും. പിന്നെ അതിനൊരു വലിയ ഊർജം എനിക്ക് തരുന്നത് എൻ്റെ ഫെമിനിസ്റ്റ് സ്ട്രഗിളും
ഇവിടെയുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ സ്ട്രഗിളുമാണ്. നിങ്ങൾ ക്യൂർ മനുഷ്യരുടെ കാര്യം എടുത്തു നോക്കിയേ. ഒരു 10 വർഷം മുമ്പേ കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് ഇത്ര ആക്സെപ്റ്റൻസ് കിട്ടും, ഡിഗ്നിറ്റിയോടെ അവർക്ക് ജീവിക്കാൻ പറ്റും, നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? അവർ തന്നെ ഫൈറ്റ് ചെയ്തതാണ്, തന്നെ ഇടമുണ്ടാക്കിയെടുത്തതാണ്. ഇല്ലാത്ത സ്ഥലത്ത് നിന്ന്, നത്തിങ്നെസ്സിൽ നിന്ന്, തികഞ്ഞ ശൂന്യമായ ഒരിടത്തിൽ നിന്ന് സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുകയും റൈറ്റ്സിനെ കുറിച്ച് പറയുകയും ആൾക്കാരെ ബോധവൽക്കരിക്കുകയും ഞങ്ങൾക്ക് ഡിഗ്നിറ്റിയോടെ ഇവിടെ ജീവിക്കാൻ പറ്റണം, അതിനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് കേരള സൊസൈറ്റിയെ പറഞ്ഞു പഠിപ്പിച്ച ഒരു ക്യൂർ മൂവ്മെന്റ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ ക്യൂർ മൂവ്മെന്റ് എനിക്ക് ഭയങ്കര ഊർജം തരുന്നുണ്ട്. കാരണം ചേഞ്ച് ഈസ് പോസിബിൾ എന്ന് നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. ചേഞ്ച് ഈസ് പോസിബിൾ എന്ന് നമ്മൾ കാണിച്ചു തന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം. അതായത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകം മുഴുവനും പടർന്നു കാണുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം. ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റും എന്ന് കുറെ പേരെങ്കിലും ആഗ്രഹിച്ച് പോരാടിയത് കൊണ്ടാണ് നമുക്ക് ജയിക്കാൻ പറ്റിയത്. ഇന്ത്യയിൽ ദളിത് മനുഷ്യർക്ക് റൈറ്റ്സ് ഉണ്ടാകും, റിസർവേഷൻ ഉണ്ടാകും എന്ന് ഡ്രീം ചെയ്തൊരു അംബേദ്കർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ പോലെ ചില മനുഷ്യർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത്. 4500 വർഷത്തെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയാണ് ഫൈറ്റ് ചെയ്തത്, 1-2 അല്ല. ഇപ്പൊ 12 വർഷം എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ 4500 വർഷത്തെ ഒരു റൈറ്റ്സും ഇല്ലാത്ത, ഹ്യൂമൺ എന്നുള്ള ഒരു ഐഡന്റിറ്റി പോലും കൊടുക്കാത്ത മനുഷ്യർ ഫൈറ്റ് ചെയ്ത് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആക്കി ഇക്വാലിറ്റിയെ മാറ്റിയെങ്കിൽ 4500 വർഷവും 12 വർഷവും തമ്മിൽ എന്തൊരു വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വി ഷുഡ് ബി ഫിൽഡ് വിത്ത് എനർജി. ഇത് മനഃപൂർവ്വമാണ് ചരിത്ര ടെക്സ്റ്റുകളിൽ നിന്ന് റെവല്യൂഷൻസ് പഠിപ്പിക്കാത്തത്. അല്ലെങ്കിൽ നേരെ ചൊവ്വേ റെവല്യൂഷൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ലോകം ചേഞ്ച് ചെയ്യും. ഓൾ ഹിസ്റ്ററി ഈസ് എ ഹിസ്റ്ററി ഓഫ് ചേഞ്ച് എന്നുള്ളത്. ഈ ചേഞ്ചിൽ വിശ്വസിച്ച ഗാന്ധിയും അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റും. അതും അവർ വിശ്വസിച്ചത് കേവലമായിട്ട് ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫർ ഓഫ് പവർ അല്ല, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരുടെ കയ്യിലേക്ക് പവർ വരുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിഷനോടുകൂടെ ചിന്തിച്ച 2 മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അത് ഗാന്ധിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരുടെ കോൺഷ്യസ്നെസ് മാറ്റുന്ന വഴി. അതുകൊണ്ടാണ് സത്യാഗ്രഹ എന്നുള്ളൊരു സ്ട്രാറ്റജി അദ്ദേഹം യൂസ് ചെയ്തത്. സത്യാഗ്രഹത്തിൽ എന്താ നടക്കുന്നത്? നിരാഹാരം കിടക്കുന്ന വഴി, ബോയ്ക്കോട്ട് ചെയ്യുന്ന വഴി എനിമിയുടെ മനസ്സിലുള്ള ഐഡിയൽസിനെ നമ്മൾ കുലുക്കുകയും അല്ലെങ്കിൽ അതിനെ സ്റ്റിറപ്പ് ചെയ്യുകയും ഈ നിരാഹാരം കിടക്കുന്ന ആളോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നുള്ള വികാരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന, ഈ ആൾക്കാരുടെ മോറൽ ടേർപ്പിറ്റ്യൂഡിനെ വെല്ലുവിളിക്കുന്ന ഒരു സ്റ്റാൻഡിലേക്ക്, ഒരു സ്റ്റാൻഡിനെ ഒരു പൊളിറ്റിക്കൽ ആയുധമാക്കി മാറ്റിയ ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. അത് ഇൻഡിവിജ്വൽ കോൺഷ്യസിലൂടെയാണ് ആ ചേഞ്ച് വരുത്തേണ്ടത്. ഇപ്പൊ ബ്രിട്ടീഷുകാർ ആ ഒരു സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിലേക്ക് അവരുടെ രാജ്യം പോയെങ്കിൽ അതേ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഞങ്ങൾക്കും ആവശ്യമാണ്. നിങ്ങൾ അവിടെ എക്സർസൈസ് ചെയ്യുന്ന ഐഡിയൽ, നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയൽ ഞങ്ങൾക്ക് എന്താണ് തരാത്തത് എന്നുള്ള ചോദ്യം ബ്രിട്ടീഷുകാരെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. ഇതേ ചോദ്യം അംബേദ്കർ സവർണ്ണ മനുഷ്യരോടും ചോദിക്കുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പ്രിവിലേജസ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന റൈറ്റ്സ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ആക്സസ് എന്തുകൊണ്ടാണ് സവർണ്ണ മനുഷ്യർ ദളിത് മനുഷ്യർക്ക് കൊടുക്കാത്തതെന്ന് ചിന്തിപ്പിച്ച ഒരു അംബേദ്കറെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് 2 പേരും ഒരു മോറൽ റീജനറേഷൻ, ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പുനരുദ്ധാരണം. ഗാന്ധി അതൊരു ഇൻഡിവിജ്വൽ ലെവലിലും അംബേദ്കർ അതൊരു സ്റ്റേറ്റും സോഷ്യൽ ലെവലിലും ആവശ്യപ്പെടുന്നതും അതിനെക്കുറിച്ച് ആശിക്കുന്നതിനും അതിനുവേണ്ടി പോരാടുന്നതേ നമുക്ക് കാണാൻ പറ്റും. ഇതിലൊരു വലിയ വ്യത്യാസം ഈ കൺവേർജൻസ് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ഡൈവേർജൻസ് പറയേണ്ട ആവശ്യമുണ്ട്. ഗാന്ധി ഇത് പ്രതീക്ഷിച്ചത് ആൾക്കാരുടെ സെൽഫ് റിന്യൂവൽ വഴിയാണ്. അംബേദ്കർ സ്റ്റേറ്റിനെ ഒരു ആയുധമാക്കി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അംബേദ്കർ വിശ്വസിക്കുന്നത് നിങ്ങൾ ആദ്യം ലോ ഉണ്ടാക്കൂ, നിയമം നിർമ്മിക്കും, നിയമം നിർമ്മിച്ച് എന്താണ് ശരിയും തെറ്റും എന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കും, അതിനനുസരിച്ച് സൊസൈറ്റി ചേഞ്ച് ചെയ്യും. ഗാന്ധി ഇതിനെ അതിൻ്റെ മറ്റേ വശത്ത് ആൾക്കാരുടെ ഹാർട്ടുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ, ആൾക്കാരുടെ മനസ്സുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ലോ തന്നെ നിർമ്മിക്കപ്പെടുമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അംബേദ്കർ ഇത് വളരെ കൃത്യമായിട്ട് മനുസ്മൃതിയെ ക്രിറ്റീക്ക് ചെയ്യുന്ന സ്ഥലത്ത് അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പലപ്പോഴും ഇവിടെ സനാതന ധർമ്മം വിശ്വസിക്കുന്ന മനുഷ്യർ
അവർ ഈവിൾ ആയതുകൊണ്ടല്ല. സവർണ മനുഷ്യരെ ക്രിട്ടീക്ക് ചെയ്യുന്ന അംബേദ്കറിനെ നമ്മൾ കാണുമ്പോൾ സവർണത്വത്തെ ക്രിട്ടീക്ക് ചെയ്യുന്ന അംബേദ്കറിനെയാണ് കാണുന്നത്. അല്ലാതെ ഒരാൾ ബൈ ദ ഇൻസിഡന്റ് ഓഫ് ബർത്ത്, രോഹിത് വെമുലയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, ഒരു സവർണ ഗ്രൂപ്പിൽ ജനിച്ചു പോയത് കൊണ്ട് അവരോട് ദേഷ്യം വേണമെന്ന് പറയുന്ന അംബേദ്കറെ നമുക്ക് കാണാൻ പറ്റില്ല. അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു ബ്രാഹ്മണായിട്ട് ജനിച്ചു, പക്ഷെ ആ ബ്രാഹ്മണിക് ഓർഡറിനെയും വേൾഡ് വ്യൂവിനെയും നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ വിശ്വസിച്ച് അതിൻ്റെ ആചാരങ്ങളിൽ ജീവിച്ച് ആ ആചാരങ്ങൾ പ്രചരിപ്പിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണരാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഏറ്റവും സോഷ്യൽ ഈവിളായി മാറുന്നതെന്ന് പറയുന്നത്. അത് സവർണത്വത്തെയും ബ്രാഹ്മണത്വത്തെയും എതിർക്കുന്ന അംബേദ്കറിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ സവർണ ആയിട്ടുള്ള ബ്രാഹ്മണ ആയിട്ടുള്ള മനുഷ്യരുടെ തെറ്റും ശരിയും എന്നുള്ള ബോധം നിയന്ത്രിച്ചത് മനുസ്മൃതിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ആ വേർഡ് മറന്നുപോയി, ഹെറസിക്കുള്ള മലയാളം വേർഡ് എന്തായിരുന്നു? ഹെറസിക്കുള്ള രാജ്യദ്രോഹ കുറ്റം എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ഹെറസി എന്നുള്ള വാക്ക് ഒന്ന് ആലോചിക്കുക. രാജ്യദ്രോഹം എന്നുള്ള വാക്ക് തന്നെയാണല്ലോ നമ്മൾ ഇന്നും ട്രീസണിനും യൂസ് ചെയ്യുന്നത്. പക്ഷെ രാജ്യദ്രോഹം എന്നുള്ള കോൺസെപ്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? രാജാവാണ് സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നല്ലേ രാജ്യദ്രോഹം എന്നുള്ള ഒരു ഐഡിയ തന്നെ ഉടലെടുത്ത് വരുന്നത്. ഇതിന്റെ റൂട്ട് എവിടെയാണ് കിടക്കുന്നത്? ഇത് മനുസ്മൃതിയിൽ വളരെ കൃത്യമായിട്ട് രാജാവിനാണ് ഒരു സ്റ്റേറ്റിന്റെ പുറത്ത് ഏറ്റവും അധികം അതോറിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് അതോറിറ്റി ഉള്ളതെന്നും ആ കംപ്ലീറ്റ് അതോറിറ്റി രാജാവ് ഉപയോഗിക്കേണ്ടത് വർണ്ണാശ്രമധർമ്മം പാലിക്കാൻ വേണ്ടിയാണ് എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റ് ശരി എന്നുള്ളൊരു ഐഡിയ, രാജാവ് ഭരണം നടത്തുമ്പോൾ വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് ധർമ്മം നടത്തിയില്ലെങ്കിൽ അതൊരു ചീത്ത രാജാവാണ്. അതുകൊണ്ട് രാജാവിന്റെ ശരി എപ്പോഴും വർണ്ണാശ്രമധർമ്മങ്ങളുടെ ശരിയായിരിക്കും. രാജാവ് തന്നെ സ്റ്റേറ്റ് ആയിരിക്കുന്ന ഒരു രാജ്യത്തിൽ രാജാവിന്റെ ശരി തന്നെയായിരിക്കും പ്രജകളുടെ ശരി. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ രാജഭരണത്തിന് കീഴ്പ്പെട്ട് രാജാവിന്റെ ശരികളും രാജാവിന്റെ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനായ മനുസ്മൃതികളുടെ ശരി തെറ്റുകളിലും മാത്രം ജീവിച്ച മനുഷ്യരെ സ്റ്റേറ്റ് റിഫോമിൽ കൂടെ മാത്രമേ അവരുടെ ശരി തെറ്റ് മൂല്യങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് അംബേദ്കറിന് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ ഒപ്രസ് ചെയ്യുന്നത് ശരിയാണ്. ഇതിന് ഒരു ഈസി എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എക്സാമ്പിൾ ആയിരിക്കും, എന്നാലും ഞാൻ പറയും. എൻ്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എൻ്റെ അച്ഛൻ മരിച്ചു പോയി, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. എൻ്റെ അച്ഛൻ എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ വീട്ടിൽ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും പറയുമായിരുന്നു, നിന്റെ ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതല്ലേ കല്യാണം കഴിച്ച്. അതെന്തോ വലിയ മെറിറ്റായിട്ടാണ് പറയുന്നത്, സ്ത്രീധനം ഇല്ലാതെ കല്യാണം കഴിച്ച്. അപ്പം ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് തന്നെ പല വഴക്കുകളിലും ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ വലുതായി കഴിഞ്ഞപ്പം, വലുതെന്ന് പറഞ്ഞാൽ ഒരു 14-15 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇതേ ഡയലോഗ് എപ്പോഴോ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് എന്തൊരു മോശം എന്തൊരു മോശം കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാനൊരു നല്ല മനുഷ്യനാണ്, കാരണം ഞാൻ ഡൗറി മേടിച്ചിട്ടില്ല. അതായത് ഞാൻ എന്തോ സുപ്പീരിയർ ആളാണ്, നീ ഇൻഫീരിയർ ആണ്. എന്നിട്ടും കൂടി ആ ഒരു സുപ്പീരിയറിറ്റി ഇൻഫീരിയറിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ഡൗറി എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എടുക്കാതെ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ സുപ്പീരിയർ സ്റ്റാൻഡാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ പുരുഷൻ എന്നുള്ള എൻ്റെ ഒരു സ്റ്റാറ്റസിൽ രമിക്കുന്നുണ്ട്. അതിനെ എന്തോ ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ ഡയലോഗ് പറയുന്നത്. ഇതേ ഡയലോഗ് സവർണ മനുഷ്യർ പറഞ്ഞ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ആർക്കും എതിരെ കാസ്റ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന്. അല്ലെങ്കിൽ ദളിത് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അടുത്തിരുന്ന ആ ഫ്രണ്ടിനോട് പറയും, ഞാൻ എന്തെങ്കിലും നിന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഇതൊരു വലിയ കാര്യമല്ല. ഇഫ് യു ആർ എ ഡീസെന്റ് ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ ഇഫ് യു ആർ എ ഹ്യൂമൻ ബീയിങ്, നിങ്ങൾ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കേണ്ട ആളാ. നിങ്ങൾ നിങ്ങളെ തന്നെ സുപ്പീരിയർ ആയിട്ട് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഡയലോഗ് നിങ്ങൾക്ക് പറയാൻ വരുന്നത്, അല്ലെങ്കിൽ തികട്ടി ദേഷ്യം വരുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളിലും വരുന്നത്. ഇതില്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും വരില്ല. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. നമ്മൾ ആരോടെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് ഈ കാസ്റ്റ് കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ ശരി തെറ്റ് മൂല്യങ്ങളെ, നമ്മുടെ കൾച്ചറൽ വാല്യൂസിനൊക്കെ ഇങ്ങനെ പെർഫറേറ്റ് ചെയ്ത് അതിലെ എല്ലാ സ്ഥലത്തും പെർക്കൊലേറ്റ് ചെയ്ത് പെർവേസീവായിട്ട് കാസ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ചെയ്യുന്ന കാര്യം ഒരു കാസ്റ്റ് ബേസ്ഡ് കാര്യമാണെന്ന്
ആൾക്കാർ ആലോചിക്കാറില്ല. ഇങ്ങനെയുള്ള ഈ കാസ്റ്റ് ഇഗ്നറൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് കേരളം. പക്ഷെ പലപ്പോഴും ദളിത് മനുഷ്യരോ അല്ലാതെ പ്രോഗ്രസീവ് മനുഷ്യരോ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടൊരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഉടനെ ഭയങ്കര ഡിഫെൻസീവ് ആകും. ഞാൻ കാസ്റ്റ് ഒന്നും പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല, ഞാൻ ഇഷ്ടം പോലെ ദളിത് മനുഷ്യരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഒരു ലോജിക്കൽ ഈക്വൽ സ്റ്റേറ്റ്മെന്റ് ആകുന്നത്? അതായത് ദളിത് മനുഷ്യരുടെ വീട് എന്തോ ചീത്ത സ്ഥലമാണോ, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഭക്ഷണമാണോ? അതായത് ഞാൻ എൻ്റെ മാഗ്നാനിമിറ്റിയിൽ, ഞാൻ എൻ്റെ ഭയങ്കര ഔദാര്യത്തിൽ ഞാൻ ദളിത് മനുഷ്യരുടെ നിങ്ങൾ വരണ്ട, ഞങ്ങളുടെ വീട്ടിലൊന്നും വന്ന് ഭക്ഷണം കഴിക്കണ്ട, ഇങ്ങനെയുള്ള മനോഭാവം വെച്ച് വരരുത്. കാരണം ഈ ഒരു എലവേറ്റഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ, ഇങ്ങനെ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉച്ചനീചത്വങ്ങളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇപ്പോഴുമുള്ള എൻ്റെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൺ സുഹൃത്തുക്കൾ ഇപ്പോഴും പറയുന്നത്, എനിക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തീരും. അതിൽ ഇംപ്ലൈഡ് ആയിരിക്കണം ആണും പെണ്ണും ഒക്കെ ഉണ്ട്, ആണും പെണ്ണും ട്രാൻസ്ജെൻഡർ മനുഷ്യരും എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ എടുത്തു പറയും, അപ്പോഴേ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഈ ഒരു മോറൽ ഹൈ ഗ്രൗണ്ടഡ്നെസ് നമുക്ക് നിരന്തരമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാരറ്റീവ്സിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്, ഗാന്ധിയുടെ റൈറ്റിങ്സിലും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വലിയ വിടവ് അംബേദ്കർ ഗാന്ധി തോട്ട് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഈ ഡൈവേർജൻസിന്റെ, നമ്മൾ ഈ ഇത്രയും കൺവേർജൻസുകൾ ഉണ്ടെങ്കിലും സൊസൈറ്റിയെ മോറലി റീജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് രണ്ടുപേരും വിശ്വസിച്ചിരുന്നെങ്കിലും ഈ മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ ഡെഫിനീഷൻ, അതിൻ്റെ ഗേറ്റ് കീപ്പേഴ്സ് ആരാണ്, അതിൻ്റെ രക്ഷകർത്താക്കൾ ആരാണ് എന്നുള്ള ഐഡിയയിലുള്ള വലിയ ഡൈവേർജൻസ് കാണാം. ഈ ഡൈവേർജൻസസ് തന്നെയാണ് പിന്നീടുള്ള എല്ലാ ഗാന്ധി അംബേദ്കർ ഇന്ററാക്ഷൻസിലും നമുക്ക് കാണാൻ പറ്റുന്നത്. വേഗം പറഞ്ഞു തീർക്കാവേ. സോ മൂന്നേ ഡൈവേർജൻസസ് പറഞ്ഞിട്ട് തീർക്കാം. ഫസ്റ്റ് ഡൈവേർജൻസ് വരുന്നത് ഏഞ്ചല ഡേവിസ് എന്ന് പറഞ്ഞ കറുത്തവർഗക്കാരിയായിട്ടുള്ള, അത് പറയേണ്ട വലിയ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫെമിനിസ്റ്റ് ഇന്റർസെക്ഷണൽ സ്കോളറിന്റെ റൈറ്റിങ്സ് നമുക്ക് കാണാം. ഇതിനോടൊപ്പം തന്നെ ഏഞ്ചല ഡേവിസ് വളരെ കൃത്യമായിട്ട് പ്രിവിലേജ് എന്താണ് എന്ന് നിർവചിക്കുന്നുണ്ട്. ഈ പ്രിവിലേജ് എന്താണ് എന്ന് ഇദ്ദേഹം നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പലപ്പോഴും ഞാൻ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാതിരിക്കുകയും നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ സ്ഥാനത്തേക്ക് എത്താത്തത് എന്ന് ഞാൻ മറ്റൊരു എന്നെക്കാളും പ്രിവിലേജ് കുറവുള്ള വ്യക്തിയോട് നിരന്തരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ്, ഇത്രയും പേട്രിയാർക്കലായിട്ടൊരു സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ട് സഖാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാത്തത്? മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ വളരെ വളരെ വില്ലിങ്ങും റെഡിയുമാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാത്തത്? ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാത്തത് എന്താ? സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇൻജസ്റ്റിസ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. വ്യവസ്ഥാപരമായിട്ട് പേട്രിയാർക്കി എല്ലായിടങ്ങളിലും നിലനിർത്തപ്പെട്ടിട്ടുള്ള 7000 വർഷത്തെ ഹിസ്റ്ററി നിലനിൽക്കുമ്പോൾ ആ ഹിസ്റ്ററി മനസ്സിലാക്കാതെ, ആ സ്ട്രക്ചറൽ ഇൻജസ്റ്റിസിനെ മനസ്സിലാകാതെ അവർ തന്നെ ഫൈറ്റ് ചെയ്ത് വരട്ടെ എന്ന് വിചാരിക്കുന്ന ആ ഒരു വിചാരത്തെയും കൂടിയാണ് നമ്മൾ പ്രിവിലേജ് എന്ന് വിളിക്കേണ്ടത്. എന്നാൽ ഈ പ്രിവിലേജിനെ തകർക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളാകണം സഖാവ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരാളാകണം കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഈ ഒരു ചോദ്യം ചോദിക്കാതെ തിരിച്ച് ഞാൻ നിൽക്കുന്ന പ്രിവിലേജിന്റെ കുന്ന് എനിക്ക് എങ്ങനെ വെട്ടി നികത്തി ഇല്ലാതാക്കാൻ കഴിയും? എനിക്കെങ്ങനെയാണ് എൻ്റെ പ്രിവിലേജിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്? അതൊരു രക്ഷകർത്തൃ മനോഭാവം ഇല്ലാതെ എങ്ങനെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇക്വാലിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കേണ്ടതെന്ന് ഏഞ്ചല ഡേവിസ് പറയുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഗാന്ധിയുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം
നേരത്തെ പറഞ്ഞല്ലോ, അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ഫൈറ്റിൽ അംബേദ്കറിനും ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അൺടച്ചബിലിറ്റി എന്നാൾ വളരെ കൃത്യമായിട്ട് പറയേണ്ടി വരും, കാസ്റ്റിനെതിരെയല്ല. അസ്പൃശ്യതയാണ് കാസ്റ്റ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഗാന്ധിയുടെ റൈറ്റിങ്സിൽ കാണാൻ പറ്റും. ഗാന്ധി 1930, എനിക്കത് ചെക്ക് ചെയ്യാം, നെറ്റിലുള്ളതാണ്, 1933 ഹരിജൻ എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്കിൽ, ഹരിജൻ എന്നുള്ള പത്രത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, കാസ്റ്റ് എന്ന് പറയുന്ന, ചതുർവർണ്ണ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ പ്രൊട്ടക്റ്റീവ് ഓർഡറാണ്, സംരക്ഷണ നിയമമാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഓർഡറിനെ നമ്മൾ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. ഈ ഓർഡറിലുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണ്ടാൽ മതി. അതായത് ചാമറായിട്ടുള്ള ഒരാളെയും ഭംഗിയായിട്ടുള്ള ആളെയും എനിക്ക് എൻ്റെ ബ്രദറായിട്ട് കാണാൻ പറ്റുമെങ്കിൽ എനിക്ക് അൺടച്ചബിലിറ്റിയെയും കാസ്റ്റിനെയും എല്ലാം മറികടക്കാൻ പറ്റുമെന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നോ, ദിസ് ഈസ് വെരി പ്രോബ്ലമാറ്റിക്. നിങ്ങൾ പല പല ഗ്രൂപ്പുകളിൽ ആൾക്കാരെ ആക്കുകയാണ്, എന്നിട്ട് അവരെല്ലാം ഈക്വലാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡിവിഷൻ വന്നു. ഇതിന് ഈ ഒരു സമയം, ഇത് നല്ലൊരു എക്സാമ്പിൾ പറയാനുള്ള സമയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും ഉണ്ടായിരിക്കും അല്ലേ, പോർച്ചുഗൽ ഫാൻസും ഉണ്ടായിരിക്കും. പല ഗ്രൂപ്പുകളാണ്. പക്ഷെ അർജന്റീന ഫാൻസ് മനസ്സ് വിചാരിക്കില്ല ഞങ്ങൾ ബ്രസീലുകാരെയും പോർച്ചുഗൽക്കാരെക്കാളും ബെറ്റർ ആണെന്ന് ഞങ്ങളുടെ ടീം. അവർ കളിക്കുമ്പോൾ ജയിക്കണമെന്ന് നിങ്ങൾ നിരന്തരമായിട്ട് വിചാരിക്കില്ലേ? ഞാനൊരു ബ്രസീൽ ഫാനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ നിരന്തരമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ അർജന്റീനൻ ടീമിന്റെ എല്ലാ ഫ്ലോസും നോക്കിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഞാൻ വിശ്വസിക്കുന്ന, ഞാനൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എപ്പോഴും പല പല ഗ്രൂപ്പുകളിൽ മനുഷ്യരെ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസിയാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ ഫ്ലോസ് കണ്ടുപിടിക്കുകയും ബാക്കിയുള്ളവരെ അപരവൽക്കരിക്കുകയും അവരെ നമ്മളെക്കാളും താഴ്ന്നവരാണെന്ന് ചിത്രീകരിക്കാനുള്ള നിരന്തര ശ്രമം വരും. അതുകൊണ്ട് പല ഡിവിഷനിലാക്കി മനുഷ്യർക്ക് ഇക്വാലിറ്റി കൊടുക്കാൻ അസാധ്യമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവരെല്ലാം ഒരേ ഗ്രൂപ്പുകളിൽ കോമണാലിറ്റി ഉള്ളവരാണെന്ന് പറയുന്ന സ്ഥലത്തു നിന്നേ നമുക്ക് ഇക്വാലിറ്റിയെ കുറിച്ച് തിയറൈസ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഒന്ന്. രണ്ടൊരു വലിയ ഡൈവേർഷൻ ഗാന്ധിയിലും അംബേദ്കറിലും കാണാൻ പറ്റുന്ന റിലീജൻ എന്താണ് എന്നുള്ളൊരു ഐഡിയയിലാണ്. കാസ്റ്റിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഗാന്ധി അംബേദ്കറിന്റെ പൊസിഷനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഹിന്ദു മതത്തിനകത്തെ ഒരു പ്രശ്നമായിട്ടാണ് കാസ്റ്റിനെ കാണുന്നത്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി കൺവേർഷൻ എന്നുള്ള ഒരു ഐഡിയ ഏറ്റവും വലിയൊരു ഈവിളായിട്ട് കാണുന്നത് എഗെയിൻ ഗാന്ധിയുടെ 1935 ഹരിജൻ ആർട്ടിക്കിളിൽ കൺവേർഷൻ എന്ന് പറയുന്നത് ഇന്ത്യ അന്ന് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ കൾച്ചറൽ ഈവിളാണെന്ന് പറയുന്ന ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റൈറ്റ് ടു റിലീജണിൽ വരുന്ന കാര്യമാണ്. എനിക്ക് ഏത് മതം സ്വീകരിക്കണം എന്നുള്ളതുള്ള റൈറ്റ് എനിക്കുണ്ട്. പക്ഷെ കൺവേർഷൻ എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ പബ്ലിക് ഡിബേറ്റുകളിൽ നമുക്ക് സംസാരിക്കാൻ പേടിയുള്ള വിഷയമായിട്ട് ഇന്ന് നിൽക്കുകയാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹ രേഖകളിലാണെങ്കിലും പിന്നീടുള്ള റൈറ്റിങ്സിലാണെങ്കിലും കൺവേർഷൻ എന്നുള്ളത് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്ന മാർജിനലൈസ്ഡ് ലീഡേഴ്സിനെ, അത് പൊയ്കയിൽ അപ്പച്ചൻ ആണെങ്കിലും ശരി, പിന്നീട് ഡോക്ടർ BR അംബേദ്കർ ആണെങ്കിലും ശരി, യൂസ് ചെയ്യുന്ന മാർജിനലൈസ്ഡ് ലീഡേഴ്സിനെ കാണാൻ പറ്റും. എന്നാൽ സനാതന മതത്തിന്റെ ഫോൾഡിനകത്ത് തന്നെ ഇതെല്ലാം നിൽക്കണമെന്ന് പറയുന്ന ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ റിലീജന്റെ പർപ്പസും റിലീജന്റെ ലിമിറ്റേഷൻസിന്റെ കാര്യത്തിലും ലിമിറ്റ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ബൗണ്ടറികളുടെ കാര്യത്തിലും വലിയ ഡൈവേർജൻസ് ഉള്ള ഗാന്ധിയും അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം. ഇനിയും 5 പോയിന്റ്സ് പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് 3 പോയിന്റ്സ് ആയിട്ട് ചുരുക്കാണ്. സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ആയിട്ടുള്ള തിരി ഭട്ടാചാര്യ, നാൻസി ഫ്രേസറിന്റെ ദ മാനിഫെസ്റ്റോ ഓഫ് 99%, ഇതെല്ലാ മാർക്സിസ്റ്റുകളും വായിച്ചിരിക്കേണ്ട വർക്കാണ്. എല്ലാ ഫെമിനിസ്റ്റ് സ്കോളേഴ്സും വായിച്ചിരിക്കേണ്ട വർക്കാണ്. സോഷ്യൽ റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പലപ്പോഴും നമുക്ക് ബയോളജിക്കൽ റീപ്രൊഡക്ഷനും എക്കണോമിക് റീപ്രൊഡക്ഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മാർക്സിസ്റ്റ് സൈദ്ധാന്തികരും ചിന്തകരും സഹാക്കളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ സോഷ്യൽ റീപ്രൊഡക്ഷൻ തിയറി സിഗ്നിഫിക്കൻ്റ് ആകുന്നത് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തിയറൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാൻസി ഫ്രേസറും തിരി ഭട്ടാചാര്യയും പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ്: നമ്മൾ ഒരിക്കലും പെർട്ടിക്കുലർലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ബ്രിട്ടീഷ് കോണ്ടെക്സ്റ്റിലും എവിടെയൊക്കെ ഒരു ജുഡിയോ ക്രിസ്ത്യൻ ഐഡിയൽ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന എല്ലാ സൊസൈറ്റികളിലും
സെമിറ്റിക് നോൺ സെമിറ്റിക് ആയിട്ടുള്ള സൊസൈറ്റീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യും, പക്ഷെ ഫാമിലിയെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ക്യാപിറ്റലിസത്തിനെതിരെ പോരാടുന്നതിൽ നമ്മൾ ഏറ്റവും പരാജയപ്പെട്ടു പോകുന്നതെന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയാണ്? അതിന് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ, ഇറ്റ്സ് കോംപ്ലക്സ് തിയറി, പക്ഷെ അതൊരു സിമ്പിൾ ആയിട്ട് ഉള്ളൊരു എക്സാമ്പിളിൽ കൂടെ, റിഡക്ഷനിസ്റ്റ് ആണ് എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെ ആണ് പറയുന്നത്. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടെന്ന് വെക്കുക. ആ തൊഴിലാളിയുടെ മാക്സിമം ലേബറിന്റെ മലയാളം പറഞ്ഞേ, മാക്സിമം അധ്വാനം, ചൂഷണം ഒരു മുതലാളിക്ക് ചെയ്യണമെങ്കിൽ അയാളെ കൊണ്ട് 8 മണിക്കൂറോ 10 മണിക്കൂറോ ഫുള്ളി ഇൻവോൾവ് ആക്കി വർക്ക് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയാണല്ലോ കോർപ്പറേറ്റ് സിസ്റ്റംസും ക്യാപിറ്റൽ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു പ്രീ കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ അധ്വാനവും ചൂഷണം ചെയ്യുന്നതിന് ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് 9 മണി തൊട്ട് 9 മണി വരെ, അല്ലെങ്കിൽ 9 മണി തൊട്ട് 5 മണി വരെ ജോലിക്ക് പോകുന്ന ഒരു പുരുഷന് വീട്ടിൽ അദ്ദേഹത്തിന് ലോണ്ടറി ചെയ്യാൻ, അദ്ദേഹത്തിന് കുക്ക് ചെയ്യാൻ, അദ്ദേഹത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു ഫാമിലിയോ ഒരു സ്ത്രീയോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 8-9 മണിക്കൂർ ഇദ്ദേഹത്തിന് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ഒരു സ്ത്രീ ഇല്ലാത്ത പക്ഷം ഇദ്ദേഹം തിരിച്ചു പോയി കുക്ക് ചെയ്യേണ്ടി വരും, ഇദ്ദേഹം തിരിച്ചു പോയി ക്ലീൻ ചെയ്യേണ്ടി വരും, ഇദ്ദേഹം തിരിച്ചു പോയി ഇസ്ത്രി ഇടേണ്ടി വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന്റെ എനർജി, ഇദ്ദേഹത്തിന്റെ സമയം എല്ലാം ഈ കുക്കിങ്ങും ക്ലീനിങ്ങും, നമ്മൾ ഹൗസ് ഹോൾഡ് ചോർസ്, വീട്ടുജോലി എന്ന് വിളിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും. ആ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന് 100% ഈ ഫാക്ടറി ജോലിയിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ ഇരുന്ന് നിരന്തരമായിട്ട് ലേബർ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രൊലിറ്റേറിയറ്റ് വർക്കർ, അല്ലെങ്കിൽ ഈ ഒരു വർക്കറിന്റെ 100% അധ്വാനം ചൂഷണം ചെയ്യാൻ ക്യാപിറ്റലിസ്റ്റ് മുതലാളിക്ക് പറ്റുള്ളൂ. ഇതൊന്ന്. 2, ഇദ്ദേഹം നിരന്തരമായിട്ട്, ഇദ്ദേഹത്തിന് 1000 രൂപയാണ് സാലറി എന്ന് വിചാരിക്കുക. ഈ 1000 രൂപ ഇദ്ദേഹത്തിന് മതിയാകുന്നത്, ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ മതിയാകുന്നത് വീട്ടില് ഈ ജോലികളെല്ലാം ചെയ്ത് ഒരു പൈസയും ചോദിക്കാത്ത ഒരു വീട്ടമ്മ ഉള്ളത് കൊണ്ടാണ്. ഈ 1000 രൂപ ആണ് ഇദ്ദേഹത്തിന് വേതനമെങ്കിൽ അതിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇല്ലെങ്കിൽ എങ്ങനെയാണ്? 300 രൂപ ഭക്ഷണത്തിന് കൊടുക്കേണ്ടി വരും, 50 രൂപ ലോണ്ടറിക്ക് കൊടുക്കേണ്ടി വരും, 200 രൂപ വീട്ടിൽ ജോലിക്ക് നിർത്തിയ ഒരു ജോലിക്കാരിക്ക് കൊടുക്കേണ്ടി വരും. ഇത്രയും ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിന് 1000 രൂപയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ 1000+ ഇയാൾ വേതനം കൂട്ടി ചോദിക്കും. അപ്പൊ വേതനം കൂട്ടി ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പ്രൊട്ടസ്റ്റ് നടക്കും, മാർച്ച് നടക്കും, റെവല്യൂഷൻ നടക്കും. അപ്പൊ ഈ സ്ത്രീകളുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ലേബറിലാണ് ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഡിഫൈസ് നിലനിൽക്കുന്നത് എന്നാണ് തിതി ഭട്ടാചാര്യയും നാൻസി ഫ്രേസറും സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്നുള്ളൊരു ഐഡിയയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിനെ തകർക്കണമെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയും വെളിയിൽ ജോലി ചെയ്യുന്ന പുരുഷനും എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ലേബർ, വീട്ടുജോലിയുടെ കാര്യത്തിൽ അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ നിലനിൽക്കുന്നിടത്തോളം കാലം ക്യാപിറ്റലിസം വളരെ സജീവമായിട്ട് നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. ഇതേ ഐഡിയ നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ കാസ്റ്റ് ലേബറിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ചീപ്പായിട്ടുള്ള കാസ്റ്റ് ലേബറിന്റെ അവൈലബിലിറ്റിയിലാണ് ഇന്ത്യയിൽ ക്യാപിറ്റലിസം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റുകളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് കാസ്റ്റിനെ നിലനിൽക്കുക എന്നുള്ളത്. കാരണം കാസ്റ്റ് ലേബർ ചീപ്പായിട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഇവിടെയുള്ള കോർപ്പറേറ്റ് ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസ് എല്ലാം തന്നെ തകർന്നു പോകുന്നതാണ്. അതുകൊണ്ട് എന്നോട് പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്യാപിറ്റലിസം തകർന്നാൽ കാസ്റ്റ് തന്നെ തകർന്നു പോകില്ലേ, അല്ലെങ്കിൽ കാസ്റ്റ് തകർന്നാൽ ക്യാപിറ്റലിസം തകർന്നു പോകില്ല? ഇത് രണ്ടും തെറ്റായ ചോദ്യങ്ങളാണ്. കാരണം കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഒപ്രഷനാണിത്. രണ്ടും ഒരുമിച്ച് ചേർന്ന് ഒന്നും മറ്റിൽ നിന്ന് വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇന്റർലോക്ഡ് ആയിട്ടുള്ള, തമ്മിൽ ചേർന്ന് നിൽക്കുന്ന 2 ഒപ്രസീവ് കാറ്റഗറീസ് ആണ് കാസ്റ്റും ക്യാപിറ്റലിസവും. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഒപ്രസീവ് സിസ്റ്റമാണ് പേട്രിയാർക്കി. ഇത് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന അംബേദ്കറിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ അദ്ദേഹത്തിന്റെ ലേബർ കോഡ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലാണെങ്കിലും ഈ എല്ലാ ഒപ്രഷനും എതിരെയുള്ള സേഫ് ഗാർഡ്സ് മേക്ക് ചെയ്യുന്ന കാണാൻ പറ്റുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, വെൻ യു ലുക്ക് അറ്റ് ഗാന്ധി പലപ്പോഴും നമ്മുടെ
മൊറാലിറ്റി, അതായത് നിങ്ങൾ സവർണ മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ആണ് അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ഫൈറ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു അപ്പർ കാസ്റ്റ് ഫിലാൻത്രോപ്പി അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള അപ്പർ കാസ്റ്റ് അല്ല ഒപ്രസർ കാസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരുടെ നന്മയിൽ നിന്ന് വേണം അവർ ബാക്കിയുള്ളവരോട് ജാതി രാഹിത്യത്തോടെ പെരുമാറേണ്ടത് എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത്. നമ്മുടെ എല്ലാ റൈറ്റിങ്സിലും പിന്നീട് വന്നിട്ടുള്ള മെയിൻ സ്ട്രീം ആയിട്ടുള്ള എല്ലാ തിയറൈസേഷനിലും ഈ ഐഡിയ മുഴച്ചു നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കാസ്റ്റിനെ മനസ്സിലാക്കാൻ പറ്റാത്തത്, ദളിത് സമൂഹങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പൊ ഈ സേവിയർഹുഡ് എന്നുള്ള ഐഡിയ, രക്ഷകർത്തൃത്വം എന്നുള്ള ഐഡിയ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും പെരുമാറാനും പറ്റിയാൽ മാത്രമേ ഇക്വാലിറ്റി എന്നുള്ള സ്പേസിലേക്ക് എത്താൻ പറ്റൂ. ആൻഡ് വൺ ലാസ്റ്റ് പോയിന്റ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു മേക്ക് in 1 minute is ഗാന്ധിയും അംബേദ്കറിനെയും മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും ആ പോരാട്ടത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയാലും ആ അൺജസ്റ്റ് ആയിട്ടൊരു സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഒരു അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ ഒരു അൺജസ്റ്റ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ട്, അതിനെതിരെ ഫൈറ്റ് ചെയ്ത 2 മനുഷ്യർ, ആ 2 മനുഷ്യർ മുമ്പോട്ട് വെച്ച 2 ഡിഫറെന്റ് പാതകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു പാതയെങ്കിലും നമുക്ക് പിന്തുടരാൻ പറ്റണം. ഇല്ല, ഇത് കേട്ട ഹിസ്റ്ററിയിലുള്ള 2 മനുഷ്യർ എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസംഗത്തിനോ ബാക്കി നമ്മൾ എത്ര വായനയ്ക്കോ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇല്ലാതാവും. അതിന് ഫൈറ്റ് ചെയ്യാൻ ഊർജത്തിന് വേണ്ടി വേണം നമ്മൾ അംബേദ്കറിലോട്ടും, ഫൈറ്റ് ചെയ്യാനുള്ള ഊർജത്തിന് വേണ്ടി വേണം നമ്മൾ ഗാന്ധിയിലോട്ടും തിരിയാൻ. അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം, ഗാന്ധി ആണെങ്കിലും അംബേദ്കർ ആണെങ്കിലും നോളജ് പ്രൊഡക്ഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൾക്കാരെ നോളജിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള അചഞ്ചലമായ ഒരു വിശ്വാസം വരെ 2 പേരുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. അത് എത്രത്തോളം ഇപ്പോൾ ചെയ്യുന്നുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ ആദ്യമായിട്ട് മാർക്സിനെ കുറിച്ച് കേൾക്കുന്നതും അംബേദ്കറിനെ കുറിച്ച് കേൾക്കുന്നതും ഏംഗൽസിനെ കുറിച്ച് കേൾക്കുന്നതും ഒക്കെ സ്റ്റഡി ക്ലാസ്സുകളിലാണ്. കേരളത്തിൽ എത്ര സ്റ്റഡി ക്ലാസ്സുകൾ ഇപ്പോൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നും കേരളത്തിൽ എത്ര മാർക്സിസ്റ്റ് നോളജ് പ്രൊഡക്ഷൻ എല്ലാ മനുഷ്യരിലേക്കും എത്തുന്ന രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയും, നോളജ് എന്നുള്ളത്, ജ്ഞാനം എന്നുള്ളതിനൊരു ട്രാൻസ്ഫോർമേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്, മനുഷ്യരെ മാറ്റിമറിക്കാനുള്ള. ബാക്കി എല്ലാ PR വർക്കുകളും സോഷ്യൽ മീഡിയയ്ക്കും എല്ലാം അപ്പുറം ഐഡിയോളജിക്കലി മനുഷ്യരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.